ഹായ് ഫ്രണ്ട്സ്, സർവീസിലുള്ള അധ്യാപകർ കേഡറ്റ് യോഗ്യത നേടുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിൽ കിടക്കാം. അധ്യാപകർക്ക് ടെറ്റ് നേടാൻ 2 വർഷം കൂടി കാലാവധി. നിലവിൽ സർവീസിലുള്ള സ്കൂൾ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ സുപ്രീം കോടതി 2 വർഷം കൂടി അനുവദിച്ചു. ഈ സമയപരിധിക്കകം യോഗ്യത നേടാത്തവർ സർവീസിൽ നിന്നും പുറത്താകും. ഇനി 5 വർഷത്തിൽ താഴെ മാത്രം സർവീസിലുള്ളവർ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം യോഗ്യതാ പരീക്ഷ വിജയിച്ചാൽ മതി. അല്ലാത്തവർക്ക് തെറ്റില്ലാതെ തന്നെ 5 വർഷത്തിനുള്ളിൽ സർവീസിൽ നിന്നും വിരമിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ, അതായത് RTE ആക്ടിൽ യോഗ്യതാ പരീക്ഷ നിർബന്ധമാക്കിയതിനാൽ അതിനു മുൻപ് സർവീസിൽ പ്രവേശിച്ചവരും ഇത് പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ. തെറ്റില്ലാത്തതിനാൽ 2 വർഷത്തിനകം നിർബന്ധിത വിരമിക്കലിന് വിധേയരാകുന്നവർക്ക് സർവീസ് കാലാവധി പ്രകാരമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. പല അധ്യാപകർക്കും ഇതുവരെ ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം അതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഈ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർവീസിൽ ഇനി 5 വർഷത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളവർക്കാണ് ഇളവ് കൊടുത്തിട്ടുള്ളത്. അവർ തന്നെ ഈ സ്ഥാനക്കയറ്റ പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേട്ടറ്റ് പാസ്സാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അവർക്ക് അവരുടെ റിട്ടയർമെന്റ് കാലാവധിക്ക് വിരമിക്കാവുന്നതാണ്. അങ്ങനെ വിരമിക്കുന്നവർക്ക് മുഴുവൻ സർവീസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ്. മറ്റൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സർവീസുള്ള അധ്യാപകർ എത്രയും നേരത്തെ കേട്ടറ്റ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ അടിയന്തര പ്രാധാന്യമുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം പലർക്കും സർവീസ് കഴിഞ്ഞതിന് ശേഷം കേട്ടറ്റ് എഴുതുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഫീൽഡ് മാറിപ്പോയല്ലോ. അപ്പം നമ്മൾ അതിനുവേണ്ടി തന്നെ മെനക്കെട്ടി ഇരിക്കാനുള്ള സാവകാശവും കിട്ടാതെ വരും. അപ്പം അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൃത്യമായി ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയും നന്നായിട്ട് ഇതെനിക്ക് കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി നല്ല ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി പഠിക്കുകയും ചെയ്യാം. അങ്ങനെ പരിശ്രമിച്ചവർക്കൊക്കെ കേട്ടറ്റെന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനുവേണ്ടി വളരെയധികം കൃത്യമായ ആസൂത്രണത്തോടു കൂടി നമ്മൾ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് നടത്തുക. അങ്ങനെ ഒരു 5-6 മാസം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് അങ്ങോട്ട് മെനക്കെട്ടിറങ്ങുക എങ്കിൽ നമുക്ക് കേട്ടറ്റ് കിട്ടുമെന്ന് സംശയമില്ല. അപ്പം ഇന്ന് തന്നെ നമ്മൾ അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും തുടങ്ങുക. ഇത് കേട്ടറ്റ് എക്സാമിന് ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.